അവിടെ പോലീസിങ് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇത്ര ഏരിയ എങ്ങനെ കവർ ചെയ്യും? നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. പക്ഷെ അത് ചെയ്തല്ലേ പറ്റൂ. അതല്ല, ഇല്ലില്ല, എനിക്കത് കാരണം ഞാൻ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുണ്ട്. വളരെ വിജനമായ ഏരിയകൾ ഒത്തിരി ഉണ്ട്. രാജസ്ഥാനിലുണ്ട്, മധ്യപ്രദേശുണ്ട്, ഗുജറാത്തിൻ്റെ ചില ഏരിയയിലുണ്ട് വിജനമായിട്ട്. അല്ല, ഇത്രയും പേരെ അവിടെ കൊന്നു കുഴിച്ചുമൂടി ആ ഒരു സംഭവം തുടരുകയാണ്. പീഡനം കൊലപാതകം ഇങ്ങനെ 100 കണക്കിന്, അതായത് 1000-ഓളം പേർ ഇത്തരത്തിൽ. എന്നിട്ട് പോലും നമ്മുടെ സംവിധാനത്തിനൊന്നും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ സ്വാതന്ത്ര്യം കൊണ്ട് എന്താ അർത്ഥം? അല്ല, അത് നമുക്ക് അവിടെയൊക്കെ വളരെ വിസ്തൃതമായ ഏരിയകളാണ് പല സ്റ്റേറ്റ്. നമ്മൾ ചുരുക്കത്തിൽ 14 ജില്ലയിൽ ഒതുങ്ങി. നമ്മൾ ഇതിനകത്ത് ഒരു ടൗൺഷിപ്പ് പോലെ തന്നെ എൻഡയർ നമ്മുടെ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് വിജനമായ സ്ഥലങ്ങൾ ഒത്തിരി, പഴയ കാലത്ത് ജീവിക്കുന്നവർ ഒത്തിരി പേര് തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഒരു പുരോഗതി ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും എത്തിയിട്ടില്ല, ഇന്നുമില്ല. 2025-ലും എത്തിയിട്ടില്ല. അതിനൊക്കെ നൂറ്റാണ്ടുകൾ പിടിക്കും. ഇനി നമ്മുടെ ഈ കൺസെപ്റ്റ് വെച്ചാണ് മലയാളം എല്ലാം ചിന്തിക്കാൻ പാടില്ല. ചെന്ന് കഴിയുമ്പോഴേ വിവരം അറിയത്തുള്ളൂ. ഇവിടെയൊക്കെ പോയെന്ന് സഞ്ചരിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ, കാരണം 6 കഴിഞ്ഞാൽ സ്ഥലം വിട്ടോണോ, 6-ന് മുമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപകടത്തിൽ തന്നെ ചാടും. പല സ്ഥലത്തും പോകാൻ പറ്റത്തില്ല. അത് വളരെ ഡേഞ്ചറസ് ആണ്. ഇന്ത്യ ആയാലും ശരി, നല്ല ഭരണം എല്ലായിടത്തും ഉണ്ടെങ്കിലും ശരി, അതല്ല, വിജനമായ ധാരാളം സ്ഥലങ്ങളും വിജനമായ സ്ഥലങ്ങളിൽ ആൾക്കാർ പോവുകയും ചെയ്യുന്നുണ്ട്. അവിടെ പോകുമ്പം റിസ്ക്കിയാണ്.